بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുർ റഹ്മാനിലെ 33 മുതൽ 38 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പുതിയ പാഠമായി പാരായണം ചെയ്യുന്നത്. ഈ വചനങ്ങളിൽ പ്രധാനമായി നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് വശങ്ങൾ: യാ മഅ്ശറൽ ജിന്നി, അതിൽ റാഇന് തഫ്ഖീം കൊടുക്കണം, മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരരുത്. യാ മഅ്ശറൽ ജിന്നി, ഐനിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. ഐന് തൊണ്ടയുടെ മധ്യം, അതുപോലെ തവസ്സുത്തിന്റെ അക്ഷരമാണ്. അൽ ജിന്നി നൂനിന്റെ നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട ഹർഫാണ്. വൽ ഇൻസി, ഹംസ വ്യക്തമാക്കണം. വൽ ഇൻസി, ഷിദ്ദത്തിന്റെ ഹർഫാണല്ലോ ഹംസ. സാക്കിനായ നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. വൽ ഇൻസി ഇനിസ്തതഅ്തും, ഇൻ ഇസ്തതഅ്തും എന്ന രണ്ട് പദങ്ങൾ ചേർത്തുകൊണ്ടാണ് ഇനിസ്തതഅ്തും എന്നായത്. അത് ഇൽത്തിഖാഉ സാക്കിനീൻ സംഭവിച്ചപ്പോൾ നൂനിന് കസ്റായി തീർന്നതാണ്, നൂനിന് കസ്റ വന്നതാണ്. അതിന്റെ പരിഹാരമായിക്കൊണ്ട് ഇനിസ്തതഅ്തും, ഈ പദത്തിൽ ത്വാഇന് മാത്രമാണ് തഫ്ഖീം ഉള്ളത്. അതുകൊണ്ട് വ്യക്തമായി ശ്രദ്ധിച്ചുകൊണ്ട് അക്ഷരങ്ങൾക്കൊന്നും മാറ്റം സംഭവിക്കാതെ പാരായണം ചെയ്യണം. ഇനിസ്തതഅ്തും. സാക്കിന മീം വരുന്നു അന്ത്യത്തിൽ, ഇൽഹാർ ഷഫവിയാണ്, മണിക്കരുത്. ഇനിസ്തതഅ്തും അൻ തൻഫുദു, സാക്കിന നൂൻ രണ്ടെണ്ണം വന്നു, രണ്ടും ഇഖ്ഫാ ചെയ്ത് അവ്യക്തമാക്കി മണിക്കുക. മിൻ അഖ്താരി, ഇവിടെയുള്ള സാക്കിന നൂനിനെ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കണം. അഖ്താരി, ഖാഫിന്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. ത്വാഉം അതിന്റെ ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്യണം. അഖ്താരി അസ്സമാവാതി വൽ അർദി ഫൻഫുദു, അതുപോലെ ലാ തൻഫുദൂന, ഈ രണ്ട് പദങ്ങളിലും സാക്കിന നൂൻ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇല്ലാ ബിസുൽത്താൻ, ത്വാ എന്ന ദീർഘം ത്വാഉം അതിന്റെ അലിഫും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. ശേഷം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, മദ് മുത്തസിൽ വാജിബ് നൽകിയ അലിഫിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. യുർസലു അലൈകുമാ, യുർസലു റാഇന് തഫ്ഖീം കൊടുക്കുക. അലൈകുമാ ശുവാദും മിൻ നാരി, രണ്ട് തൻവീൻ, തൻവീന് ശേഷം നൂന്, വീണ്ടും നാരിൻ വ, ഈ തൻവീൻ, അപ്പൊ രണ്ട് തൻവീനും അതിന്റെ അടുക്ക് ഒരു സാക്കിന നൂനും. ഇതൊക്കെയും ഇദ്ഗാം ബിഗുന്നയുടെ പദങ്ങളാണ്. ഇദ്ഗാം ബിഗുന്ന നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക, ലയിപ്പിച്ചുകൊണ്ട് മണിക്കുക. അതിൽ ശുവാദും മിൻ നാരിൻ, ഈ രണ്ട് ഇദ്ഗാമും പൂർണ്ണമാണ്, ഇദ്ഗാം കാമിൽ. എന്നാൽ നാരിൻ വ അത് ഇദ്ഗാം നാഖിസാണ്, ഭാഗികമായി വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. വനുഹാസുൻ ഫല, അവിടെ തൻവീനിനെ ഇഖ്ഫാ ചെയ്ത് അവ്യക്തമാക്കി മണിക്കുകയാണ് വേണ്ടത്. വീണ്ടും ഫലാ തൻതസിറാൻ, ആ പദത്തിലും വന്ന സാക്കിന നൂനിനെ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കണം. റാഉം അലിഫും തഫ്ഖീം നൽകി പെരുപ്പിച്ച് ഫലാ തൻതസിറാൻ, സ്വാദിന്റെ തഫ്ഖീം കുറഞ്ഞതാണ് കസ്റായതുകൊണ്ട്. ശേഷം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ദീർഘം മദ് മുത്തസിൽ വാജിബ് 4-5 ഹർക്കത്തിന്റെ അളവിൽ നൽകൽ നിർബന്ധമാണ്. ഫഇദാ ഇൻശഖ്ഖത്, സാക്കിന നൂൻ ഇഖ്ഫാ ചെയ്ത് അവ്യക്തമാക്കി മണിക്കുക. ഇൻശഖ്ഖതിസ് സമാഉ, സമാഉ അല്ല, ദീർഘിപ്പിക്കുന്ന ആ ദീർഘത്തിലും തർക്കീഖാണ്, അലിഫിന് തർക്കീഖ്. അസ്സമാഉ, ഇതിൽ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്, മദ് മുത്തസിൽ വാജിബ്. ഫകാനത്, ഫകാനത് വറുദതൻ, റാഇന് തഫ്ഖീം.
അപ്പൊ തഫ്ഖീമിന്റെ ആ ഹർഫിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റക്ഷരങ്ങൾക്ക് തർക്കീഖാണ് എന്നതും മറന്നു പോകരുത്. വർദതൻ കദ്ദിഹാൻ. വർദതൻ ഉള്ള തൻവീനിനെ പൂർണ്ണമായും ഇഖ്ഫാ ചെയ്ത് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കദ്ദിഹാൻ. അവിടെ ദാല് താഴ് പോലെ ഒന്നും ആയിപ്പോയത്, കത്തിഹാൻ ആയിപ്പോയത്, കദ്ദിഹാൻ. ശേഷം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ആലാഇലെ ദീർഘം മദ് മുത്തസിൽ വാജിബ്, റാഇന് തഫ്ഖീം. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان. فبأي آلاء ربكما تكذبان. يرسل عليكما شواظ من نار ونحاس فلا تنتصران. فبأي آلاء ربكما تكذبان. فإذا انشقت السماء فكانت وردة كالدهان. فبأي آلاء ربكما تكذبان. بسم الله، الحمد لله.